ക്രിസ്മസിൻ്റെ കുക്കി ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടങ്ങി. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കുക്കിയാണ് തംപ്രിൻ കുക്കി. ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ തംപ്രിൻ കുക്കിയാണ്. ഇതിൽ വെച്ചിരിക്കുന്നത് സ്ട്രോബെറി, ഏപ്രിക്കോട്ട്, ഫിഗ്, ക്രാൻബെറി ജാം. ക്രാൻബെറി ജാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. തംപ്രിൻ കുക്കി ഉണ്ടാക്കുന്നതിന് ആദ്യം ബട്ടറും ഷുഗറും കൂടിയാണ് മിക്സ് ചെയ്യേണ്ടത്. എടുത്തിരിക്കുന്നത് 2 സ്റ്റിക്ക് ബട്ടറാണ്. അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇത് തൊട്ട് നോക്കുമ്പോൾ റെസിസ്റ്റൻസോടുകൂടിയുള്ള ഒരു ഇൻഡൻറ്റേഷൻ ഉള്ള പരുവത്തിലുള്ളത് ആയിരിക്കണം. 1/2 കപ്പ് ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ വേണമെന്ന് വരികിലും ചേർക്കാം. ബട്ടറും ഷുഗറും കൂടി ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. 1 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇനി ചേർക്കേണ്ടത് 2 മുട്ടയുടെ യോക്കാണ്. ഓരോന്നായിട്ട് ചേർക്കുക. മുട്ടയുടെ യോക്ക് ചേർത്ത് ബട്ടറും ഷുഗറും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് 30 സെക്കൻഡ് കൂടെ മീഡിയം സ്പീഡിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ വനില എസൻസ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയും ചേർക്കേണ്ടത് ഫ്ലവറാണ്. ഇത് 2.5 കപ്പ് ഫ്ലവർ ഉണ്ട്. എല്ലാം കൂടി ഒന്നിച്ചിടരുത്. ഒരു 3 പ്രാവശ്യമായിട്ട് ചേർക്കാവുള്ളൂ. ഒന്നിച്ചിട്ടാൽ കുക്കി ടഫായി പോകും. ലോ സ്പീഡിൽ അടിക്കുക. ഫ്ലവർ ചേർത്ത് ഓവർ മിക്സ് ചെയ്യരുത്. ഫ്ലവറും ബട്ടറും കൂടി ഇതുപോലെയൊന്ന് കമ്പൈൻഡ് ആയാൽ മതി. നമ്മളിത് ഇതുപോലെ എടുത്ത് നമ്മൾ റോൾ ചെയ്യാനായിട്ടുള്ളതാണ്. ഈ പരുവത്തിൽ എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് ഇതുപോലെ മീറ്റ് ബോൾ ഉണ്ടാക്കുന്നത് പോലെ റോൾ ചെയ്തെടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ നല്ലൊരു കുക്കി എടുക്കാനായിട്ടുള്ള സൈസ് ഉണ്ട്. ബേക്ക് ചെയ്യുമ്പം ക്രാക്ക് സ്വല്പം വരും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് അത് സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കുകയാണെന്ന് വരിയില്ലേ, ആ ക്രാക്കിങ് കുറച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. 15 to 20 മിനിറ്റ്സ് റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ്. റെഫ്രിജറേറ്ററിൽ നിന്ന് 20 മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്തതാണ്. ജാം വെക്കുന്നതിന് മുമ്പ് ഇത് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കണം. നമുക്ക് കൈ കൊണ്ട് ഫ്ലാറ്റ് ആക്കാം. ഇതുപോലെയുള്ള മെഷറിംഗ് കപ്പിൻ്റെ ബേസ് കൊണ്ട് ഫ്ലാറ്റ് ആക്കാം. ഇനി നമുക്ക് ഇൻഡൻറ്റേഷനാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം നമുക്ക് തമ്പ് ഉപയോഗിക്കാം. അതാണ് തംപ്രിൻ്റ് കുക്കി. അതിന് പകരമായിട്ട് നമ്മൾക്ക് ഈ കോർക്ക് ഉപയോഗിക്കാം. ഇതുപോലത്തെ കോർക്ക് ഉപയോഗിക്കാം. ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ അങ്ങ് അടിവരെ മുട്ടരുത്. സ്വല്പം ഒരു 1/2 ഇഞ്ചോളം ഫ്ലാറ്റാക്കിയാൽ മതി. ആദ്യം ഞാൻ സ്ട്രോബെറി ജാമാണ് വെക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇത് ഏപ്രിക്കോട്ട് ജാമാണ്. ഓവർഫില്ല് ചെയ്ത് മുകൾ വശം വരെ വരാം, പക്ഷേ ഡോണ്ട് ഓവർഫില്ല്. ഏപ്രിക്കോട്ടും പകുതിയിൽ കുക്കിയിൽ സ്ട്രോബെറി ജാമുമാണ് വെച്ചിരിക്കുന്നത്. ഈ കുക്കി 375 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ആണ് ഇരുന്നത്. ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഇതിൻ്റെ മുൾവശം ഇതുപോലെ പെയിലായിട്ടും അടിവശം ഇതുപോലെ ബ്രൗൺ ആയിട്ടും വരും.